ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിഡീസ് വ്ളോഗ്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് 500 ഗ്രാം ക്ലീൻ ചെയ്ത ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അധികം വലുപ്പമൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 20 to 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റിന് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായിയാണ്. ആ കടായി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ചിക്കനിലുള്ള വെള്ളം മാക്സിമം നമുക്ക് വറ്റിച്ച് കളയേണ്ടതുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. നല്ല രീതിയിൽ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കാണാം. ചിക്കനിലുണ്ടായിരുന്ന വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുമുണ്ട്, അതുപോലെ തന്നെ പകുതിയിലേറെ വെന്തിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഇതിനായിട്ടുള്ളൊരു മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2 കറുവപ്പട്ട, 4 ഗ്രാമ്പു, കൂടെ 5 ഏലക്കായയും കൂടെ എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അതേ കടായിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ വറുത്ത് കൊടുക്കാനുള്ള ആവശ്യമായ എണ്ണ ചേർക്കാം. ഞാനിവിടെ എള്ളെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതും ഈ ഒരു എള്ളെണ്ണ ഉപയോഗിച്ച് തയ്യാറാക്കുമ്പോൾ മാത്രമാണ്. നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാനുണ്ട്. അതിന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം ഇളക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ചിക്കൻ പീസിനെല്ലാം നല്ല ഹാർഡായിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം വറുത്തെടുക്കാൻ പറഞ്ഞത്. ചിക്കൻ നന്നായിട്ട് വെന്ത് ചൂടായി വന്നിട്ടുണ്ട്. കളറിലെല്ലാം നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഇനി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ആ ഒരു പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. നല്ല പുളിക്കും അതുപോലെ തന്നെ കൂടുതൽ കാലം കേട് കൂടാതിരിക്കാനും വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.